കഥ ആരംഭിക്കുന്നത് ജപ്പാനിലെ യോക്കോഹാമയിലാണ്. 4-ാം വയസ്സിൽ ഫുട്ബോൾ കളിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ആ പയ്യന് മനോഹരമായ കളിയോടുള്ള ഇഷ്ടം ജനിച്ചു. അധികം വൈകാതെ തന്നെ യോക്കോഹാമയുടെ സിറ്റി ജൂനിയർ ടീമിലേക്ക് അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തു. പിന്നീട് ഒരു ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്ലേ മേക്കിംഗ് കഴിവുകൾ സ്കൗട്ടുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. കുട്ടിക്കാലത്തിൻ്റെ തുടക്കത്തിൽ അവൻ തൻ്റെ കഴിവുകൾ പ്രൊഫഷണലായി ഉയർത്തി. ജപ്പാനീസ് ബെക്കാം എന്ന് വിളിപ്പേരുള്ള അദ്ദേഹം ഡെഡ് ബോൾ സ്പെഷ്യലിസ്റ്റ് കൂടിയായിരുന്നു. എന്നാൽ യൂറോപ്യൻ ഫുട്ബോളിലെ ജപ്പാനീസ് സ്വാധീനം ആർക്കും വിശ്വസനീയമായിരുന്നില്ല. വളരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നിട്ടും നക്കമോറ തൻ്റെ കഴിവുകൾ ഇറ്റലിയിലെ ക്ലബായ റെഗിനയ്ക്ക് സമ്മാനിച്ചു. വളരെ പ്രതീക്ഷയിൽ പുതുതായി സ്ഥാനക്കയറ്റം ലഭിച്ച ടീമിൻ്റെ 10-ാം നമ്പർ സമ്മാനിച്ചുകൊണ്ട് ഇറ്റലിക്കാർ അവനെ സ്വീകരിച്ചു. ആദ്യ സീസണിൽ നക്കമോറയും നിരാശപ്പെടുത്തിയില്ല. 7 ഗോളുകളുമായി ടീമിൻ്റെ മുൻനിര ഗോൾ സ്കോറായി മാറി നക്കമോറ. അദ്ദേഹത്തിൻ്റെ യൂറോപ്യൻ കരിയറിന് മികച്ച ആരംഭം. റെഗിനെ എന്ന ക്ലബിലെ പ്രകടമായ ശാരീരിക പുരോഗതിയും വിശ്വസ്തതയും ശ്രദ്ധിക്കപ്പെടാതെ പോയില്ല. പ്രത്യേകിച്ച് അവരുടെ പുതിയ പരിശീലകൻ്റെ ഇഷ്ടതാരമായി മാറുകയും ചെയ്തു നക്കമോറ. പിന്നീട് സീക്കോ നമ്മുടെ മധ്യനിരയുടെ ആത്മാവെന്നും അദ്ദേഹത്തെ വാഴ്ത്തി. ജപ്പാനീസ് പ്ലേ മേക്കറിലുള്ള സീക്കോയുടെ വിശ്വാസം ഉടനടി ജപ്പാനീസുകാർക്ക് മനസ്സിലായി. 2004-ൽ ജപ്പാൻ തങ്ങളുടെ ഏഷ്യ കപ്പ് കിരീടം നിലനിർത്തി. 2006-ലെ ലോകകപ്പിലേക്ക് രാജ്യത്തെ നയിച്ചുകൊണ്ട് അദ്ദേഹം പ്രശസ്തമായി. നിർഭാഗ്യവശാൽ അയാളുടെ കഥയ്ക്ക് ഒരു ചെറിയ തിരിച്ചടി സംഭവിച്ചു. നിരന്തരമുള്ള പരിക്കുകളും വ്യത്യസ്തമായ മാനേജർമാരുടെ വരവും ടീമിൻ്റെ ആദ്യ 11 നഷ്ടമായി. ഇറ്റലിയിലെ അസ്ഥിരമായ അന്തരീക്ഷത്തോടു കൂടിയ പരിക്കുകളും നക്കമോറയ്ക്ക് മറ്റെവിടെയെങ്കിലും പുതിയ വെല്ലുവിളികൾ നേടാൻ പ്രേരിപ്പിച്ചു. പിന്നീട് റെഗിനെ ഉപേക്ഷിച്ച് സ്കോട്ടിഷ് പവർ ഹൗസുകളായ സെൽറ്റിക്കിൽ ചേർന്നു. ദേശീയ ടീമിനൊപ്പമുള്ള മികച്ച പ്രകടനത്തിന് ശേഷമാണ് ജപ്പാനീസ് പ്ലേമേക്കറായ നക്കമോറ സെൽറ്റിക്കിൽ ചേർന്നത്. സ്കോട്ടിഷ് പ്രീമിയർ ലീഗ്, സ്കോട്ടിഷ് കപ്പ് കിരീടങ്ങൾ. ക്ലബിലെ തൻ്റെ ആദ്യ സീസൺ നക്കമോറ സ്കോട്ടിഷ് ഭീമന്മാരെ നയിച്ചു. ജപ്പാനീസ് സൂപ്പർ സ്റ്റാർ ഉടൻ തന്നെ ആരാധകരുടെ പ്രിയങ്കരനായി മാറി. സെൽറ്റിക്കിൻ്റെ ദൗർഭാഗ്യങ്ങളെ ട്രോഫികളാക്കിക്കൊണ്ട് ക്ലബിനെ മികച്ച ലെവലിൽ എത്തിച്ചു. നക്കമോറ എന്ന താരത്തിൻ്റെ ഏറ്റവും മികച്ച നിമിഷം 2006-ൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ഒരു ഫ്രീ കിക്ക് ഗോൾ നേടിക്കൊണ്ട് സെൽറ്റിക്കിൻ്റെ ചാമ്പ്യൻസ് ലീഗ് വിജയത്തിൽ നോക്കൗട്ടിലേക്ക് നയിച്ചതാണ്. ആ സീസണിൽ തീർത്തും നക്കമോറ എന്ന താരം അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ലെവലിലായിരുന്നു. ചാമ്പ്യൻസ് ലീഗിലുമടക്കം അസാധാരണമായ പ്ലേ മേക്കിംഗ് സമാനതകളില്ലാത്തതായിരുന്നു. അത് അന്നത്തെ പരിശീലകനായിരുന്ന ഗോർഡൻ സ്ട്രക്ചറിൽ നിന്ന് പ്രശംസ നേടിക്കൊടുത്തു. ശുദ്ധമായ കഴിവിൽ ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച കളിക്കാരനാണ് അദ്ദേഹമെന്നും പരിശീലകൻ അഭിപ്രായപ്പെട്ടു. വാക്കിന് ഉചിതമെന്ന് പറയാൻ 2007-ൽ ഇഞ്ചുറി ടൈമിൽ ഒരു ഗംഭീരമായ 22 യാർഡ് ഫ്രീ കിക്ക് നേടിക്കൊണ്ട് ക്ലബിൻ്റെ തുടർച്ചയായ 2-ാം ലീഗ് കിരീടവും ഉറപ്പിച്ചു. അത്ഭുതകരമായ നിമിഷത്തിന് ശേഷം ആരാധകർ ഒരു പ്രതിഭാസമെന്ന് അദ്ദേഹത്തെ വാഴ്ത്തി. എല്ലാ മത്സരങ്ങളിലുമായി 11 ഗോളുകളും 12 അസിസ്റ്റുകളുമായി സ്കോട്ടിഷ് ടീമിൻ്റെ 2-ാം ലീഗ് കിരീടത്തിലേക്കും ഡബിളിലേക്കും നയിച്ചു. എന്നാൽ നക്കമോറയുടെ 3-ാം സീസൺ വിട്ടുമാറാത്ത പരിക്കുകളാൽ വലഞ്ഞു. ലിഗ്മെൻറ്റിന് കേടുപാടുകൾ സംഭവിച്ച് സീസണിലെ ഭൂരിഭാഗം മത്സരങ്ങളും നഷ്ടമായി. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സെൽറ്റിക് ടീം 2-ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. എന്നിരുന്നാലും നക്കമോറ പരിക്കിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ ക്ലബിൻ്റെ അന്തിമ ലീഗ് വിജയത്തിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. നിർണായകമായ ടൈറ്റിൽ റേസിൽ 30 യാർഡിൽ നിന്നും സ്കോർ ചെയ്തുകൊണ്ട് തങ്ങളുടെ ചിരവൈരികളായ റേഞ്ചേഴ്സിനെ 2-1 എന്ന സ്കോറിൽ തോൽപ്പിച്ചു. ആ മത്സരത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ സ്വന്തം പേരിൽ കുറിച്ചുകൊണ്ട് അവരുടെ നായകനായി മാറി നക്കമോറ. മത്സരത്തിന് ശേഷം സെൽറ്റിക് പരിശീലകൻ ഇങ്ങനെ പറഞ്ഞു: നല്ല കളിക്കാർക്ക് നന്നായി കളിക്കാൻ കഴിയും. ഏറ്റവും മികച്ച കളിക്കാർ ആവശ്യമുള്ളപ്പോൾ നന്നായി കളിക്കുകയും ചെയ്യും. ക്ലബ്ബുമായുള്ള തൻ്റെ 4-ാമത്തെയും അവസാനത്തെയും സീസൺ നക്കമോറ ഇതിനകം തന്നെ ആരാധകരുടെ ഏറെ പ്രിയങ്കരനായി മാറി. സെൽറ്റിക്കിലെ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി.
ലിവർപൂൾ പോലുള്ള ക്ലബ്ബുകൾ സെൽറ്റിക്കിലെ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ക്ലബിനോടും നഗരത്തോടുമുള്ള ആരാധന കാരണം അദ്ദേഹം ക്ലബിൽ തന്നെ തുടർന്നു. നിർഭാഗ്യവശാൽ നക്കമോറയുടെ 4ാം സീസൺ തുടർച്ചയായ കിരീടത്തിൽ അവസാനിച്ചില്ല. പക്ഷേ അവൻ അവിശ്വസനീയമായ മികവിൽ മികച്ചു നിന്നു. സീസൺ അവസാനിക്കുമ്പോൾ സെൽറ്റിക് 4 പോയിൻറ്റുകൾ പിന്നിലായി സീസൺ അവസാനിപ്പിച്ചു. 2009 സെൽറ്റിക്കിൽ നിന്ന് പോയ ശേഷം നക്കമോറ സ്പാനിഷ് ക്ലബ്ബായ എസ്പാനിയോളിൽ ചേരുകയായിരുന്നു. ഒരു വ്യക്തിഗത കാഴ്ചപ്പാടിൽ നക്കമോറ എന്ന ഐക്കൺ തീർത്തും ജപ്പാനീസ് താരങ്ങൾക്കും ലോകമെമ്പാടുമുള്ള ആളുകൾക്കും പ്രചോദനത്തിൻ്റെ ഒരു ഉറവിടമാണ്. തീർത്തും അദ്ദേഹം കൊണ്ടുവന്ന മാന്ത്രികത തന്നെയായിരിക്കാം മറ്റു ജപ്പാൻ താരങ്ങൾക്ക് യൂറോപ്പിലേക്കുള്ള വഴിയൊരുക്കിയതും.